പൂരം കലക്കലിൽ കൂടുതൽ അന്വേഷണത്തിന് ഇന്ന് തീരുമാനമുണ്ടായേക്കും. ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ച ശേഷമാകും തീരുമാനം. അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളണമെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും CPI വീണ്ടും ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് നീക്കം. പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനമാണ് അജിത് കുമാറിനെതിരെ ഇന്നും CPI ഉയർത്തിയത്. പൂരം കലക്കലിൽ ADGP MR അജിത് കുമാർ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷമാകും തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ഇന്ന് രാവിലെ തന്നെ DGP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ കൈമാറി മുഖ്യമന്ത്രി പരിശോധിക്കും. പരിശോധിച്ച ശേഷമാകും ഇത് എന്താണ് ചെയ്യേണ്ടത്, ഈ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കുമോ അല്ലെങ്കിൽ തുടരന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെ തീരുമാനമുണ്ടാകുക. മുഖ്യമന്ത്രി ഇന്നലെ തൃശ്ശൂരിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് വന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. റിപ്പോർട്ട് താൻ പരിശോധിച്ച ശേഷം മാത്രമാകും അതിലെന്താണ് വസ്തുത എന്ന് ഇത് പറയാനാവുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇതൊരു തുടരന്വേഷണം അല്ലെങ്കിൽ ഉന്നതതല അന്വേഷണത്തിന് വിടാൻ തീരുമാനമുണ്ട്. ADGP റിപ്പോർട്ട് അതേപടി അംഗീകരിക്കാതെ സംസ്ഥാന പോലീസ് മേധാവിയെ കൊണ്ട് പുതിയൊരു അന്വേഷണം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. CPIയും സമാന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ADGP റിപ്പോർട്ട് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ പലതും വസ്തുതാവിരുദ്ധ നിലപാട് CPI സ്വീകരിക്കുമ്പോൾ ഇന്ന് ജനയുഗത്തിന്റെ CPI മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലും രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് CPI നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദത്തിൽ നടന്ന പൂരം കലക്കൽ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ആസൂത്രിതമായി നടന്ന അട്ടിമറി പ്രവർത്തനം എന്ന പൊതുജന വികാരമുണ്ട്. ആ വിശ്വാസം തെറ്റാണെങ്കിൽ യുക്തിഭദ്രമായി തിരുത്താൻ ഉതകുന്ന അന്വേഷണവും അതിന്റെ റിപ്പോർട്ടുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്താണ് സർക്കാർ ചെയ്യേണ്ടത്, എന്താണ് CPI പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ഇന്ന് ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. CPMനും മറ്റു വഴികളില്ല. ADGPയുടെ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത് മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കും. അതുകൊണ്ട് അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനമാകും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളാതെയും എന്നാൽ പൂർണ്ണമായും കൊള്ളാതെയും ഒരു ഉന്നതതല അന്വേഷണം. കാരണം ADGP MR അജിത് കുമാറിനെ ഇത് അന്വേഷിക്കാൻ 5 മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പോലീസ് അത് പൂരം കലക്കിയെന്ന ആരോപണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അജിത് കുമാർ എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറി. CPIയും പ്രതിപക്ഷവും ഒക്കെ ആ നിലപാട് എടുത്ത് രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ അജിത് കുമാറിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട്, അത് സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയാകാം, അങ്ങനെ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോഴും മറ്റും സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലേക്ക് ആകുന്ന അവസ്ഥ ഇതുണ്ടാക്കും. ADGP അജിത്